പതിവായി ഉപയോഗിക്കുന്നവർ ചില കാര്യങ്ങൾ അറിയുക. ചെവിക്കായം നീക്കാനാണ് പ്രധാനമായും ഇയർബഡ്സുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ചെവിക്കായം നമ്മുടെ ശത്രുവല്ല എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചെവിക്കുള്ളിലെ അഴുക്കും പൊടിയും പുറന്തള്ളാനായുള്ള ചെവിയുടെ സ്വാഭാവിക ശുചീകരണ പ്രക്രിയയാണ് ചെവിക്കായം. സാധാരണഗതിയിൽ ചെവിക്കായം തനിയെ പുറത്തു പോകും. ബഡ്സ് ചെവിയിലേക്ക് കയറ്റുമ്പോൾ ചെവിക്കായം കൂടുതൽ ഉള്ളിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ബഡ്സിന്റെ അറ്റത്തുള്ള പഞ്ഞി ചെവിക്കകത്തു തങ്ങി നിൽക്കാനും സാധ്യതയുണ്ട്. ചെവിക്കായം ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രം നീക്കം ചെയ്യുക. ചെവിക്കായം ഒരു രോഗമല്ല. ഏതാനും മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരിൽ വരെ ചെവിക്കായം ഉണ്ടാകാറുണ്ട്. ചെവിയിലെ ചർമ്മസ്രവങ്ങൾ, ചർമ്മത്തിലെ മൃദുകോശങ്ങൾ എന്നിവയുടെ മിശ്രിതമായതിനാൽ ചെവിക്കായം ചെവിയിൽ രൂപം കൊള്ളുന്നത് ഒരു സാധാരണ കാര്യമാണ്. ഇത് ചെവിയുടെ ചർമ്മത്തെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും വരൾച്ചയും അണുബാധയും തടയുകയും ചെയ്യുന്നു. ഇത് രൂപപ്പെടുമ്പോൾ അത് സ്വന്തമായ ചെവി കനാലിൽ നിന്ന് കണിക രൂപത്തിൽ പുറത്തു വരുന്നു. ചില ആളുകളിൽ ഇത് കൂടുതൽ രൂപം കൊള്ളുന്നു. ചെവിക്കായം നീക്കം ചെയ്യുന്നതിനായി ENT സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കേണ്ടതാണെന്ന് പ്രധാനമായും വിദഗ്ധർ പറയുന്നുണ്ട്. ചെവിക്കായം ചെവിയിലെ ബാക്ടീരിയകളെയും ഫംഗസിനെയും ചെറുക്കാൻ സഹായിക്കുന്നു. ഇത് ചെറുതായി എണ്ണമയമുള്ളതാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർഫോൺ ഇന്ന് അമിതമായി ഉപയോഗിക്കുന്നവരാണ് പലരും. സ്ഥിരമായി ഇയർഫോൺ ഉപയോഗിക്കുന്നത് ചെവിക്ക് കൂടുതൽ ദോഷം ചെയ്യും. 35 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ പാട്ട് കേൾക്കാൻ ഇയർഫോൺ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും അവരിൽ 50% പേരും ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇയർഫോൺ ഉപയോഗിച്ച് ഉച്ചത്തിലുള്ള പാട്ടു കേൾക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇയർഫോൺ ഉപയോഗം ചെവിയുടെ കനാലിൽ ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും 2022 മലേഷ്യൻ ജേണൽ ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നു. ഇതുകൂടാതെ ബാക്ടീരിയയ്ക്കും ഫംഗസിനും കാരണമാകുന്നുണ്ടെന്നും പഠനത്തിൽ വിശദീകരിക്കുന്നുണ്ട്.